അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളൊരു ഓമരമ്പൂവിൻ്റെ ശല്യമുണ്ട്. അപ്പോൾ അതിന് ഒരു മരുന്നടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വളപ്പീടികയിലൊക്കെ പോയപ്പോൾ അവർ തന്ന മരുന്നാണിപ്പോൾ. ഈ മഴക്കാലത്ത് ഉണ്ടാകുന്നതാണ് ഈ ഓമരമ്പൂവിൻ്റെ ശല്യം. പ്രത്യേകിച്ച് നമ്മൾ കൃഷിയൊക്കെ ചെയ്ത് ഗ്രോ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ അതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന്. കാരണം അത് ഒരു ദിവസം നമ്മൾ വൈകിച്ചാൽ കൂടുന്തോറും ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കും, വികസിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം ഒന്നാണെന്നുണ്ടെങ്കിൽ പിറ്റത്തെ ദിവസം ഒരു 10,000 അതാണ് അതിൻ്റെ ഒരവസ്ഥ. അപ്പോൾ ഞാൻ ഒന്നോ രണ്ടെണ്ണോ ഒരു 4-5 ദിവസം മുന്നേ ഒരു 1-2 കണ്ടതാണ്. ഇപ്പോൾ അതിൻ്റെ ഇരട്ടിച്ചിട്ട് ഒരു പരുവഹിക്കണം. അപ്പോൾ അതിനൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ വളപ്പീടികയിലൊക്കെ പോയി വന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ പകുതി ഒരു 5 ലിറ്ററിൻ്റെ ക്യാനിൽ ഒഴിച്ചിട്ട് 5 ലിറ്റർ ക്യാനിൽ വെള്ളം നിറച്ച് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം അടിച്ചു കൊടുക്കാനാണ് പറഞ്ഞത്. എന്താ അതിൻ്റെ പ്രതിഫലം എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല, എന്നാലും നമ്മളൊന്ന് ചെയ്തു നോക്കാം. നമ്മളിപ്പോൾ അവർ പറഞ്ഞ മാതിരി നമ്മളൊരു മരുന്ന് വാങ്ങാമെന്നല്ലാതെ ഇപ്പോൾ നമുക്കതിനെപ്പറ്റി അറിയുന്നില്ല. നമ്മൾ കുറച്ച് മണ്ണെണ്ണൊക്കെ അടിച്ചു നോക്കി, അപ്പോൾ പോകുന്നുണ്ട്. പക്ഷേ അത് പെരുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചിലപ്പം കീടനാശിനി തന്നെ വേണ്ടി വരും എന്ന രീതിയിൽ ഇന്ന് വളപ്പീടികയിലൊക്കെ പോയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഒന്ന് അടിച്ചു നോക്കാം. ചെറിയ വെയിലായതുകൊണ്ട് എല്ലാവരും ഒളിച്ചിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇതൊന്നുമല്ല, നല്ല രീതിയിലുണ്ട്. അപ്പോൾ ഇത് ചെറിയ വെയിൽ വന്നപ്പോൾ ഒളിച്ചിരുന്നതാണ് വെയിലിൻ്റെ ഭാഗത്തേക്ക്. അപ്പോൾ ഏതായാലും ഓരോ ദിവസവും ഓരോ ശല്യങ്ങളായിട്ട് നമുക്കിങ്ങനെ ഓരോ പണി തന്നുകൊണ്ടിരിക്കും. ചെടിച്ചട്ടിൻ്റെ അരുവിലൊക്കെ ആയിട്ട് ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇന്നലെ മണ്ണെണ്ണ അടിച്ചപ്പോൾ കിട്ടിയതാണിത്. കണ്ടില്ല, നിറയെ കിടക്കുന്നുണ്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് അടിക്കുന്നുള്ളൂ, കാരണം നാളെ രാവിലെ ആകുമ്പോൾ ഇവിടെ പരന്ന് കിടക്കും. അപ്പോൾ രാവിലെ അടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇന്നൊന്ന് ഒതുങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് അടിച്ചിടുക. അപ്പോൾ നമ്മൾ അതിൻ്റെ പകുതി എടുത്തിട്ട് 5 ലിറ്ററിലേക്ക് റെഡിയാക്കിയിട്ടുണ്ട്. പാല് പോലെ ഇരിക്കും. ഇത് പിന്നെ ഫ്രൂട്ട് പ്ലാന്റുകൾക്കും പ്രയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഫ്രൂട്ട് പ്ലാന്റുകൾക്ക് ഇനിയിപ്പോൾ ഇതെങ്ങനെ തട്ടിയാൽ കുഴപ്പമൊന്നും വരില്ല. കാരണം നമ്മളെ ഫ്രൂട്ട് പ്ലാന്റുകൾക്കിടയിലാണ് ഇപ്പോൾ ഈ ഓമരമ്പൂയൊക്കെ നിറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മഴക്കാലമായാലും മിക്ക വീടുകളിലൊക്കെ ഉണ്ടാവും ഓമരമ്പുഴു. അപ്പോൾ അതിനിങ്ങനെയൊക്കെ പ്രയോഗിച്ചാൽ മതി. ഏറ്റവും രാവിലെയാണ് നല്ലത്. വെയിലുള്ള ദിവസം രാവിലെ പുലർച്ചെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അതെല്ലാം പരന്ന് കിടക്കുന്നുണ്ടാവും. അതെല്ലാം കുറച്ച് ചൂടായി എന്ന് കണ്ടാൽ ഗ്യാപ്പിലേക്കൊക്കെ കയറിപ്പോവും. ചെടിച്ചട്ടിയുടെ ഗ്യാപ്പിലേക്കും മറ്റേതൊക്കെ ഗ്യാപ്പുണ്ടോ അവിടേക്കൊക്കെ കയറിപ്പോവും. അപ്പോൾ ഇന്ന് നമ്മൾ ഒരുവിധമെല്ലാം അടിച്ച് തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നാളെ അറിയാൻ പറ്റുള്ളൂ. ഇന്ന് കുറേയൊക്കെ ചത്തു വീണിട്ടുണ്ട്, എങ്കിലും നാളെ അത് പെട്ടെന്ന് പൊടിഞ്ഞ് വരുന്നു. അപ്പോൾ അത് പൊടിഞ്ഞ് വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നാളെ മറ്റൊരു ഷോർട്ട് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.